തമ്പുരാൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മിഥുനം രാശിക്കാർക്ക് വരുന്ന വ്യാഴത്തിൻ്റെതായ മാറ്റം എങ്ങനെയുള്ള ഫലമൊക്കെ പ്രദാനം ചെയ്യും? 100% നല്ല ഫലങ്ങളൊക്കെയാണ് പ്രദാനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുമെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. കാരണം മിഥുനം രാശിക്കുള്ളിലിരിക്കുന്ന വ്യാഴത്തിന് ഇപ്പോൾ നിലവിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതായത് കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് വളരെയധികം കഷ്ടതകളിലൊക്കെ ഇരുന്ന വ്യക്തികൾക്ക് അതിൻ്റേതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. 100% വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. മകയിരം, തിരുവാതിര, പുണർതം എന്നിങ്ങനെയുള്ള 3 നക്ഷത്രക്കാർക്കും ഇത്തരം അനുഭവങ്ങൾ ധാരാളമുണ്ട്. മകയിരക്കാർക്കാണെങ്കിൽ ധാരാളം സമ്പത്തുപരമായ രീതിയിലുള്ള തോൽവികളൊക്കെ വന്നു നിൽക്കുന്ന സാഹചര്യമാണ്. അതായത് വിദേശത്താണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അത് എവിടെയാണെങ്കിലും ശരി, മകയിര നക്ഷത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് പണം സംബന്ധപ്പെട്ട വിഷയമാണ് അവർക്ക് ഏറ്റവും അധികം. അടുത്തുകൂടുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അടുത്തറിയുന്ന സുഹൃത്തുക്കളാൽ തന്നെ ധാരാളം പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തിരുവാതിരയ്ക്കാണെങ്കിൽ തൊഴിൽപരമായ ഇടങ്ങളിൽ ധാരാളം പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തൊഴിൽ മാറ്റങ്ങളൊക്കെയും വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉള്ള ജോലിയൊക്കെ കളഞ്ഞിട്ട് മറ്റെന്തെങ്കിലും ജോലി തേടി അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല അപ്ഗ്രേഡ് ആയിട്ടുള്ള ജോലിക്കൊക്കെ പോയ തിരുവാതിര നക്ഷത്രക്കാർക്കൊക്കെയും അതിൻ്റേതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ഒരു കാലം തന്നെയായിരുന്നു എന്നാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. പലരും ജോലി മാറിപ്പോയിട്ട് അതിൻ്റേതായ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ അതൊക്കെ ഒരു താൽക്കാലികമായ ഒരു കാര്യമായിട്ട് കണക്കിലെടുത്താൽ മതി. കാരണം കർക്കിടകം രാശിയിലേക്ക് വരുന്ന വ്യാഴം വളരെയധികം നല്ല ഫലങ്ങളാണ് ഇനി പ്രദാനം ചെയ്തിട്ട് ഇരിക്കുന്നത്. അതായത് തൊഴിൽപരമായിട്ട് രീതിയിൽ മകയിരക്കാർക്കും തിരുവാതിരക്കാർക്കും ഒക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടൊക്കെ 100% മാറുന്ന സമയമാണ്. ചെയ്യുന്ന കർമ്മത്തിന് അനുസൃതമായിട്ടുള്ള ഫലം എന്തായാലും വന്നു ചേരും. കർക്കിടകം രാശിയിലേക്ക് വരുന്ന വ്യാഴം ദൃഷ്ടി പതിപ്പിക്കുന്നത് 5, 9, 7 എന്നീ ഭാവങ്ങളിലേക്കാണ്. അതായത് ഇരിക്കുന്ന ഇടത്തിന് പരിപൂർണ്ണ ബലമുണ്ട്. ആ ബലത്തോടു കൂടി തന്നെയാണ് 5ാം ഭാവമായ പൂർവ്വപുണ്യ സ്ഥാനത്തേക്ക് നോക്കുന്നത്. അപ്പോൾ പൂർവ്വപുണ്യ സ്ഥാനം എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ കാണപ്പെടുന്നത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശി ചൊവ്വയുടേതായ സ്വന്തം വീട് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഒരു ഉപദേശിയായ ദൈവമാണ് ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം. അവിടെയും നല്ല രീതിക്കുള്ള ഫലം, പൂർണ്ണമായ ബലത്തോടു കൂടിയുള്ള ദൃഷ്ടിയാണ് 5ാം ഭാവത്തിലേക്ക് വരുന്നത്. അതുപോലെ 7ാം ഭാവമായിട്ട് ദൃഷ്ടി പതിപ്പിക്കുന്നത് നേരെ ശനി ഭഗവാന്റെ വീടായ മകരം രാശിക്കുള്ളിലാണ്. അതുവഴി നല്ല രീതിക്കുള്ള ഫലം വന്നു ചേരും. 9ാം ഭാവമായിട്ട് ദൃഷ്ടി കൊടുക്കുന്നതാണെങ്കിലോ മീനം രാശിക്കുള്ളിലും കാലചക്രത്തിൻ്റെ 12ാം ഭാവമായ എന്തും ഏതും മറയ്ക്കപ്പെടുന്ന ഭാവത്തിലേക്കാണ്. അതായത് അധികമായ ചിലവുകൾ നൽകി നമുക്ക് ധാരാളം ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭാവമാണ് കാലചക്രത്തിൻ്റെ 12ാം രാശിയായ മീനം രാശി. അപ്പോൾ ഭാഗ്യാധിപതിയായിട്ടുള്ള ദൃഷ്ടി വ്യാഴം നൽകുന്നത് ആ ഒരു ഭാവത്തിലേക്കാണ്, 11ാം ഭാവത്തിലേക്കാണ്. ഇപ്പോൾ മീനൻ രാശിക്കുള്ളിൽ തന്നെ മിഥുനൻ രാശിക്കാർക്ക് ശനീശ്വര ഭഗവാൻ സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. 7 ശനിയായിട്ട് 2 അങ്ങനെയൊക്കെ പല വിധത്തിൽ പല കണക്കുകളൊക്കെ കൊടുത്ത് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ശനി ഭഗവാനാണ്. തീർച്ചയായിട്ടും തൊഴിൽപരമായ രീതിയിൽ എന്തായാലും മിഥുനൻ രാശിക്കാർക്ക് കൈവച്ചതും ശനീശ്വരൻ തന്നെയാണ്. അതായത് മിഥുനൻ രാശിക്ക് 10ാം ഭാവമായ തൊഴിൽ ഭാവമായിട്ടാണ് മീനം രാശി വരുന്നത്. അപ്പോൾ തൊഴിലിടങ്ങളിൽ എന്തായാലും നമുക്ക് പ്രശ്നങ്ങൾ നേരിട്ടേ മതിയാകൂ എന്നുള്ളതാണ്. ഈ തൊഴിൽപരമായ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ നേരിട്ട കാരണങ്ങളൊക്കെ തന്നെ നിങ്ങൾ മനഃപൂർവ്വം ചെയ്യാത്ത കാര്യങ്ങൾക്കൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെങ്കിൽ ഈ വരുന്ന വ്യാഴമാറ്റം 100% നിങ്ങൾക്ക് തൊഴിൽ ഒക്കെ തിരിച്ചു കിട്ടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരും. അതിന് ഒരു സംശയം വേണ്ട. നഷ്ടപ്പെട്ടു പോയ തൊഴിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ച് ലഭിക്കുന്ന സാഹചര്യം 100% ഉണ്ടെന്നാണ്. അതായത് നിങ്ങളിൽ സത്യസന്ധതയുണ്ട് എങ്കിൽ മാത്രമാണ് അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുക. അല്ലെങ്കിൽ മറ്റൊരു ജോലി നിങ്ങൾക്ക് എന്തായാലും ജൂൺ മാസത്തിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതിന് സംശയം ഒന്നും തന്നെ വേണ്ട. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വ്യാഴം കർക്കിടകം രാശിയിലേക്കാണ് വരുന്നത്. കർക്കിടകം രാശിയിലിരിക്കുന്ന വ്യാഴത്തിന് റിയൽ എസ്റ്റേറ്റുമായ ബിസിനസ്സൊക്കെ നടത്തുമ്പോൾ വളരെയധികം ഗുണം ചെയ്യും. അതായത് 5ാം ഭാവമായിട്ട് ചൊവ്വയുടെ വീടായ വൃശ്ചികം രാശിയിലേക്ക് ദൃഷ്ടി കൊടുക്കുന്ന വേളയിൽ ഭൂമി സംബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആരൊക്കെ പ്രശ്നങ്ങളിലേക്ക് ഇരിക്കുന്നോ അവരുടേതായ പ്രശ്നങ്ങൾക്കൊക്കെ പരിപൂർണമായ ഒരു ഫലം ലഭിക്കും. ചിലർക്ക് തന്നെ പൂർവികമായ സ്വത്തുവകകളൊക്കെ എഴുതി കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനുള്ള ഒരു സാഹചര്യം തെളിയുകയും അത് നിങ്ങളിലേക്ക് തന്നെ എത്തുകയും ചെയ്യും. ചിലർക്ക് ഗോൾഡ് സംബന്ധപ്പെട്ട ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാവും, അല്ലെങ്കിൽ ജ്വല്ലറി സംബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാവും, ബാങ്കിങ് ചെയ്യുന്ന വ്യക്തികളാവും. അങ്ങനെയുള്ളവർക്കൊക്കെയും തന്നെ നല്ല അനുകൂലമായ ഒരു കാലമാണ്. അതായത് ബിസിനസ്സൊക്കെ നല്ല രീതിക്ക് തന്നെ മുന്നിലേക്ക് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ചിലർക്കൊക്കെ തന്നെ ഈ വരുന്ന വർഷം ചിലർക്കൊക്കെ ഭൂമിയിൽ നിന്ന് നിധി വരെ ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചിലർക്ക് ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. തീർച്ചയായിട്ടും നല്ല കാലങ്ങളൊക്കെ ഉണ്ട്. നല്ല കാലം വന്നു എന്ന് ഉറപ്പിച്ച് തന്നെ പറയാനായിട്ട് പറ്റും. നിധി എന്ന് പറയുമ്പോൾ ഭൂമി സംബന്ധപ്പെട്ട കാര്യത്തിലൊന്നുമല്ല, നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന ചില വസ്തുവകകളൊക്കെ തിരിച്ചു കിട്ടാനും സാധ്യതയുണ്ട് എന്നാണ് അപ്പോൾ മനസ്സിലാക്കാനൊക്കെ കഴിയുന്നത്. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ നടക്കട്ടെ എന്നാണ് എൻ്റെ
ഒരു നല്ലൊരു കണ്ടെത്തലായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. അങ്ങനെ തന്നെ സംഭവിക്കണം. എന്തും നല്ലതേ നടക്കാവൂ, എന്തും സ്വർണം പോലെ നല്ലതേ നടക്കാവൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. 7ാം ഭാവമായിട്ട് ദൃഷ്ടി വരുന്നത് മകരം രാശിക്കുള്ളിലേക്കാണ്. അപ്പോൾ മകരം രാശിക്കുള്ളിൽ 7ാം ഭാവം ദൃഷ്ടി വരുന്ന സമയത്ത് ഇതുവരെ കല്യാണമൊക്കെ നടക്കാതെയൊക്കെ താമസം വന്നിരുന്ന വ്യക്തികൾക്കൊക്കെയും അത് നടക്കേണ്ട ഒരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആലോചനകൾക്കാരും വളരെ പെട്ടെന്നായിരിക്കും ആ ഒരു തീർപ്പൊക്കെ വരികയും വിവാഹങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നത്. വിവാഹ ബന്ധങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടും. തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ പരിപൂർണമായിട്ട് നീങ്ങിക്കിട്ടും. എന്തായാലും കുടുംബപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നോക്കുന്ന വേളയിൽ വളരെയധികം സന്തോഷമൊക്കെ പ്രദാനം ചെയ്യും. ശനി ഭഗവാന്റെ വീടായതുകൊണ്ട് തന്നെ അദ്ദേഹം നീതിയുക്തമായ രീതിയിൽ പല കാര്യങ്ങളും കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്യും. ഇതുവരെ ബന്ധങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെയും പരിപൂർണമായ തീർപ്പ് വ്യാഴം നൽകിയിരിക്കും. പക്ഷേ ഇവിടെയൊക്കെ നിങ്ങളിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം എന്ന് മാത്രം. അതായത് കള്ളങ്ങൾ പറയുകയും കള്ളങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു വെച്ചിട്ട് പിന്നീട് അതെനിക്ക് ശരിയായി കിട്ടണമെന്ന് വെച്ചാൽ ഒരിക്കലും വ്യാഴം സപ്പോർട്ട് ചെയ്യില്ല. കാര്യം ശനിയുടെ വീടായ 7ാം ഭാവത്തിലേക്കാണ് ദൃഷ്ടി കൊടുക്കുന്നത്. ശനി ഭഗവാൻ നീതിയുടെ കാരകത്വം ഉള്ളതുകൊണ്ട് തന്നെ നീതിക്ക് മാത്രമായിരിക്കും അദ്ദേഹം അനുകൂലമായിട്ട് നിൽക്കുക. അതുപോലെ 9ാം ഭാവമായിട്ട് വരുന്നത് മീനം രാശിയാണ്. മീനം രാശിയിലേക്ക് വരുന്ന വേളയിൽ ഭാഗ്യാധിപതി നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായി നിൽക്കും. അതായത് പണം ഇതുവരെ എവിടെയെങ്കിലുമൊക്കെ ലഭിക്കാതിരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ 100% നിങ്ങൾക്കത് തിരിച്ചു കിട്ടും. അതുപോലെ ചിട്ടി, ലോണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടും. മറ്റൊരാളുടെ കയ്യിൽ ഒരു ചിട്ടി ലഭിക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത്, എന്നാൽ ആ വ്യക്തി നിങ്ങളെ സഹായിക്കുന്ന സാഹചര്യങ്ങൾ 100% ഇവിടെയുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ മറയ്ക്കപ്പെടുന്ന സ്ഥാനം എന്നാണ് കാലചക്രത്തിൻ്റെ 12ാം രാശിയായതുകൊണ്ട് എന്തും ഏതും മറയ്ക്കപ്പെടും. അനാവശ്യ ചിലവുകളൊക്കെ വരുന്ന സാഹചര്യങ്ങളിലൂടെ സഞ്ചരിച്ചവർക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ചില നല്ല കാര്യങ്ങളുണ്ടാകും. അതായത് തൊഴിൽപരമായ രീതിയിൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ എനിക്കത് മുന്നേറ്റം ഉണ്ടാകുമെന്ന് ഒരു തോന്നൽ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. അപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമാണെങ്കിൽ മറ്റൊരു സമയം കണ്ടെത്തി നിങ്ങൾക്ക് നിങ്ങളുടേതായ ആ ഒരു തൊഴിൽപരമായ രീതിയിലുള്ള പ്രോസസ്സുകളെ വർക്കൗട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ 100% അത് വിജയത്തിലേക്ക് എത്തും. ചിലരൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ വർക്കുകളൊക്കെ ചെയ്യുന്ന ആളായിരിക്കും, എന്നാൽ തയ്യലൊക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അവർക്കൊക്കെ തന്നെയും ആ ഒരു പ്രോസസ്സ് വീട്ടിൽ മെഷീനൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100% വീട്ടിൽ ഒരു വരുമാനവും ആയി കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. ഇത് സിമ്പിളായിട്ടുള്ള രീതിക്ക് പറഞ്ഞതാണ്. അവനവൻ്റേതായ ചിന്താഗതികൾക്കനുസൃതമായിട്ട് സ്വയം ക്രിയേറ്റിവിറ്റി ഉള്ള വ്യക്തികൾ 100% മുന്നിലേക്ക് വരാം. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ സംബന്ധപ്പെട്ട രീതിയിൽ ഇതുപോലെ ഈ യൂട്യൂബ് ചാനൽ വഴി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അത് അപ്ഡേറ്റ് ആകാതിരുന്ന സാഹചര്യങ്ങൾ 100% അത് വർക്കൗട്ട് ആവുകയും അതിൽ നിന്നൊക്കെ വരുമാനങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതകളൊക്കെ 100% ഈ 2026 ജൂണിന് ശേഷം 2027 ജൂണിനുള്ളിൽ നിങ്ങൾക്കത് കിട്ടും. 100% അതിന് സാധ്യതകളുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പൊതുവായിട്ട് ഈ മിഥുനം രാശിക്കാർക്ക് ഗുണകരമായ ഒരു കാലം തന്നെയാണ്. അതായത് ഏതൊരു ഭാവത്തിൽ ഏതൊരു ഗ്രഹം നിന്നാലും ശരി നിങ്ങൾക്കത് നല്ല ഫലമൊക്കെ ലഭിക്കും. ഒരല്പമൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടി അധികമായിട്ട് ലഭിക്കും. അത് ഒന്നും ലഭിക്കാതെ ഇരുന്നവർക്കാണെങ്കിൽ ആവശ്യം നടക്കാനുള്ള വക നിങ്ങൾക്ക് എന്തായാലും ഈശ്വരൻ തരും. അതായത് ഇതുവരെ വാക്കുകൾക്കൊക്കെ ഒരു വിലയില്ലാത്ത സാഹചര്യമായിരുന്നെങ്കിൽ 100% നിങ്ങളുടെ വാക്കുകൾ പാലിക്കാനായിട്ട് കഴിയും. എന്തുകൊണ്ടെന്നാൽ മിഥുനം രാശിക്ക് 2ാം ഭാവത്തിലേക്കാണ് വ്യാഴം ചെന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ രാശിക്കുള്ളിലിരുന്ന വ്യാഴത്തിന് ഗുണമൊന്നുമില്ലെങ്കിലും 2ൽ വരുന്ന വ്യാഴം, അതായത് ധനം, കുടുംബം, വാക്ക് എന്ന ഭാവമാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ 2ാം ഭാവം നമ്മുടെ പണം സംബന്ധപ്പെട്ട ഇടങ്ങളിലുള്ളായിരുന്ന തടസ്സത്തെ പരിപൂർണമായിട്ട് നീക്കി തൊഴിൽപരമായ രീതിയിൽ മുന്നേറ്റത്തെ നൽകും. അപ്പോൾ പണം വന്നു ചേരുന്ന സമയത്ത് കുടുംബത്തിനുള്ളിൽ എന്തായാലും സന്തോഷമൊക്കെ വന്നു ചേരും. എന്നാൽ ഇതുവരെ വാക്കുകൾ കൊടുത്ത ചില കാര്യങ്ങൾക്കുണ്ട്, പൂർത്തീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടെങ്കിൽ പണമൊക്കെ കടം വാങ്ങി തിരികെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ കൊടുത്തു തീർക്കാനുള്ള വഴി ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇനിമേലിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആർക്കും ഒരു കാര്യത്തിനും ഒരു വാക്ക് കൊടുക്കരുത്. ഞാൻ ഏറ്റു, ഞാൻ ചെയ്തോളാം, ഞാൻ നോക്കാം, ഞാൻ വാങ്ങിത്തരാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും പറയരുത്. 4 നിൽക്കുക എന്നാണ്. അതായത് ഒരു മരണ വീട്ടിൽ പോവുകയാണ്, ഒരു ആ ശവമഞ്ചം നമുക്ക് എടുക്കണമെന്ന് വെക്കുക, ചാടിക്ക് ഇറങ്ങി നിന്നിട്ട് നമുക്ക് അത് ചെയ്യണ്ടേ എന്ന് ചോദിക്കരുത്. 4 പേര് കൈവയ്ക്കുന്ന വേളയിൽ 3 പേരേ ഉള്ളൂ എങ്കിൽ ഒരു കൈ താങ്ങി കൊടുക്കുക. എന്ന് വെച്ചാൽ ഏതൊരു വിഷയമാണെങ്കിലും എടുത്തു ചാടി ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് പ്രശ്നം വലിച്ചു വയ്ക്കാതിരിക്കുക. 3 പേര് അനുകൂലമായി നിന്നിട്ട് അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങളും ഒരു കൈത്താങ്ങായിട്ട് സപ്പോർട്ട് കൊടുക്കുക എന്ന് മാത്രമാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ചുമതലകളൊക്കെ സ്വയം ചുമലിൽ വലിച്ചു കയറ്റി വെച്ചിട്ട് എല്ലാം മിടുക്കനാണ് എന്ന് പറയുന്നതിൽ മിടുക്കനാണ് മിടുക്കത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മകയിരംകാർ ഇപ്പോൾ സമ്പത്തുപരമായ രീതിയിൽ ആരൊക്കെ കഴിഞ്ഞ വർഷം സഹായിച്ചിട്ടുണ്ടോ അവരാലെ തന്നെ പണി കിട്ടിയൊക്കെ നിൽക്കുന്ന സാഹചര്യങ്ങളാണ്. അതായത് ഇവർ കടം വാങ്ങി സഹായിച്ചവർ തന്നെ
ഇവർക്കൊരു ആവശ്യം വന്നപ്പോൾ സഹായിക്കാത്ത സാഹചര്യങ്ങൾ 100% ഉണ്ട്. തിരുവാതിരയ്ക്കാണെങ്കിലോ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ആവശ്യമില്ലാത്ത വാക്കുതർക്കങ്ങളും വഴക്കുകളും ഉണ്ടാക്കി മിക്ക സമയങ്ങളിലും പിണക്കമായിരിക്കും. അതായത് 365 ദിവസത്തിൽ ഏതാണ്ട് മിണ്ടലും പറയലും ഒക്കെ ഏതാണ്ട് ഒരു 60 ദിവസമെങ്കിലും ഉണ്ടായി കാണുമോ എന്നാണ് ചിന്തിക്കേണ്ടത്. മിഥുനം രാശിക്കാർക്ക് പിന്നെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും മൗനം പാലിച്ച് അതായത് ഒരു ഒഴുക്കൻ മട്ടിൽ അങ്ങ് സഞ്ചരിച്ച് ചിന്തിച്ച് പോകുന്നതുകൊണ്ട് അവർ അത്തരം പ്രശ്നങ്ങളെ വലിയ രീതിയിൽ കാണാറില്ല. കാരണം നാളെയും ഒരു ദിവസമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇതിനേക്കാളും കഴിയുമെന്ന ചിന്താഗതി അവരിലേക്ക് എപ്പോഴും പ്രാപ്തമാണ്. അതുകൊണ്ട് ഒരു പരിധി കഴിഞ്ഞാൽ ഇവർക്ക് കടബാധ്യതകളൊക്കെ വന്ന് പ്രശ്നത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ അവർ അതിൽ നിന്നും പരിപൂർണമായിട്ടും വിട്ടുമാറി ഒരു സന്യാസി ലുക്കിൽ മാറിപ്പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതും അവർക്ക് വലിയ രീതിയിലുള്ള ഗുണമുണ്ട്. മൗനം പാലിക്കാനായിട്ട് ശ്രമിക്കും. അതാണ് പുണർദ നക്ഷത്രക്കാരുടെ പ്രശ്നം. ആ ഒരു കാര്യം ചെയ്യുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള വിജയം എന്തായാലും അവർക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് കഴിയും. വലിയ രീതിക്ക് ഇല്ലെങ്കിൽ തന്നെയും അവർ പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ശുഭകരമായ ഒരു വർഷമായി മാറട്ടെ. ഈ 2026 ജൂണിന് ശേഷം 2027 ജൂണിന് ഉള്ളിൽ വരുന്ന കാലഘട്ടങ്ങളൊക്കെ അനുകൂലമാക്കിയെടുക്കാൻ നിങ്ങൾ പരമാവധി പരിശ്രമിക്കുക.